അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഡെക്കോറിൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൻ്റെ ലോങ് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യുമെന്ന്. എൻ്റെ മടിയും കൊണ്ടാട്ടോ ഞാൻ ഇതുവരെ അധികം ലോങ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്ത. ഭയങ്കര മടിയാണ് എനിക്ക്. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു ഇതിൻ്റെ ലോങ് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഇതിന് ഐസ്ക്രീം സ്റ്റിക്ക് മാത്രം മതി. ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് നമുക്ക് 2 പാക്കറ്റാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. 2 പാക്കറ്റിൽ ഏകദേശം 100 പീസ് ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് നമ്മളൊരു എക്സഗൺ ഷേപ്പിലാണ് ഗ്ലൂ ചെയ്തെടുക്കുന്നത്. ഈ എക്സഗൺ ഷേപ്പിൽ നല്ല കറക്റ്റായിട്ടും പെട്ടെന്ന് നമുക്ക് കിട്ടാനും വേണ്ടി നമ്മൾ ടേബിളിലോ അല്ലെങ്കിൽ പേപ്പറിലോ എക്സഗൺ ഷേപ്പ് ഒന്ന് വരച്ചിട്ട് അതിൻ്റെ മേളിൽ വെച്ചിട്ട് ഇതുപോലെ ഗ്ലൂ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കും. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യണത്. ഈ ഗ്ലൂ ഗൺ ഒരു ലോങ് ലാസ്റ്റിംഗ് യൂസിന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. അതൊരിക്കലും ലോങ് ലാസ്റ്റിങ്ങിന് പറ്റിയ ഒരു ഗ്ലൂ അല്ല ഗ്ലൂ ഗൺ. പെട്ടെന്ന് ഇപ്പം എന്നെ പോലെ വീഡിയോസൊക്കെ എടുക്കാനുള്ളവർക്ക് ആണെങ്കിൽ ഗ്ലൂ ഗൺ നല്ലതാണ്. കാരണം പെട്ടെന്ന് ഇത് സ്റ്റിക്കായി കിട്ടുന്നതിനാണ് ഞങ്ങൾ വീഡിയോസ് എടുക്കണവർ ഈ ഗ്ലൂ ഗൺ യൂസ് ചെയ്യണത്. അല്ലാതെ നമ്മൾ വീട്ടിൽ ഹാങ് ചെയ്യാനൊക്കെ ആയിട്ട് കുറേ നാളത്തേക്ക് വെക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും ഗ്ലൂ യൂസ് ചെയ്യണത് നല്ലത്. ഇപ്പോൾ ഈ ഫെവിക്വിക്ക് പോലത്തെ E6000 എന്ന് പറഞ്ഞൊരു ഗ്ലൂ ഉണ്ട്. അതൊക്കെ നല്ല ഗ്ലൂ ആണ്. അതുപോലത്തെ ഒക്കെ ഗ്ലൂ ആണെങ്കിൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇരുന്നോളും. നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് വരുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്ലൂ ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഇതുപോലത്തെ ഒരു 2 സെറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ 2 സെറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 സെറ്റും ഒരുമിച്ച് ഇതുപോലെ വെക്കാം. നമ്മൾ ഇത് രണ്ടും യോജിപ്പിക്കണമല്ലോ. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഗ്ലൂ വെച്ചിട്ട് അതിൻ്റെ മേളിൽ 2ലും ഗ്ലൂ വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഇതുപോലെ വെക്കുക. നമ്മൾ എല്ലാ സൈഡിലും ഇതുപോലെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ഗ്ലൂ ചെയ്യേണ്ട കേട്ടോ. ഈ ഐസ്ക്രീം സ്റ്റിക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. പക്ഷേ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അത്ര ക്വാളിറ്റി കിട്ടണില്ല ആമസോണിൽ നിന്ന് വാങ്ങുമ്പോൾ എന്ന്. ഞാനിവിടെ മസ്കറ്റിലായതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് പോയാണ് വാങ്ങുന്നത്. ഇവിടെ നല്ല ഐസ്ക്രീം സ്റ്റിക്കാണ് എനിക്ക് കിട്ടുന്നത്. ഇൻഷാല്ല ഞാൻ നാട്ടിൽ വന്നിട്ട് നല്ല ഐസ്ക്രീം സ്റ്റിക്കൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ ഇൻഷാല്ല. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കൊക്കെ ഇതുപോലെ നമ്മളൊന്ന് മൊത്തം ഗ്ലൂ ചെയ്തെടുക്കുക. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കോറാണ് കേട്ടോ. ഈസിയാണ്, ഒരു പാടുമില്ല, ഒരൊറ്റ ഐറ്റവും മതി. ഇങ്ങനെ നമുക്ക് ചെയ്യാനും പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വെക്കുക. അപ്പോൾ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ഡൗട്ടുണ്ട്, ഇതെങ്ങനെയാണ് വോളിൽ ഹാങ് ചെയ്യണമെന്ന്. നമ്മുടെ സാധാ ആണിയില്ലേ, അതല്ലെങ്കിൽ ഹോൾഡേഴ്സിൽ ഇത് ജസ്റ്റ് ഒന്ന് ഹാങ് ചെയ്തിട്ടാൽ മതി. നമ്മൾ ഡബിൾ സൈഡ് ടേപ്പൊന്നും യൂസ് ചെയ്യേണ്ട. ഇതിന് നമ്മുടെ വോൾ അത് ചീത്തയാക്കും, അത് പെട്ടെന്ന് പറഞ്ഞും വീഴും. അപ്പോൾ അതുപോലെ ആണിയിൽ ഹാങ് ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. താങ്ക്